സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിട്ടുള്ള മാംഗോ ചിക്കൻ ഫ്രൈ എത്ര പേര് കഴിച്ചിട്ടുണ്ടാവും? അധികം പേരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? വിഷമിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പി ആയിട്ടോ നമ്മുടെ മാംഗോ ചിക്കൻ ഫ്രൈ. നല്ല പഴുത്ത മാമ്പഴം 2 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ചിക്കൻ്റെ പീസുകളും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചതാകട്ടോ. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കണേ. ഈ സമയം നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപ്പും കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മസാലകളൂടെ ചേർക്കാവേ. മസാലപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ പകുതി ചെറുനാരങ്ങയും 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. 1 മണിക്കൂറെങ്കിലും കുറഞ്ഞതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. എന്നാൽ കുറേ നമ്മൾ എത്രത്തോളം ചിക്കനിൽ ഇതുപോലെ മാഗ്നേഷൻ ചെയ്തിട്ട് വെക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ചിക്കൻ സോഫ്റ്റായി കിട്ടാൻ സഹായിക്കും കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കി കൊടുക്കാം കേട്ടോ. ഈ സമയത്തിന് ഞാനിവിടെ ഇപ്പോൾ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഈ സമയത്തിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഓയിലൊന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഇനി ഇതിവിടെ ഇരുന്ന് കുക്കാവുന്ന സമയത്തിന് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മാംഗോ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റായിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ അരച്ചെടുത്തിട്ട് വരാവേ. ഇനി അരച്ചെടുത്തിട്ട് വന്ന ഈ പൾപ്പ് നമുക്ക് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഈ ചിക്കൻ്റെ പൾപ്പിൽ തന്നെ ഇരുന്ന് വേണം കേട്ടോ ഇത് കുക്കായിട്ട് കിട്ടാനായിട്ട്. ഇടയ്ക്ക് നമ്മൾ ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് മേലെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഈ ചിക്കൻ കറി ലേഡീസിന് മാത്രമല്ല കേട്ടോ ഉണ്ടാക്കാൻ പറ്റുന്നത്. നല്ലതുപോലെ ഒന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾ ജെൻസിനും ഇതുപോലത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. വേണമെങ്കിൽ വീട്ടിൽ സ്റ്റാറാകാം ഇതുപോലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിലേക്ക് കുറേ അധികം കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണേ. അപ്പം നമുക്ക് കണ്ടില്ലേ നന്നായിട്ട് കുക്കായിട്ട് വരുന്ന കണ്ടിട്ടില്ലേ. ഇനി ഇതുപോലെ തന്നെ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ സമയം മാത്രം പോരാ കേട്ടോ, നല്ല ക്ഷമയും കൂടെ വേണേ. ഇളക്കി ഇതുപോലെ കൊടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് ഇരിക്കണം കേട്ടോ. ഒന്ന് ഫ്രൈ ആയിട്ട് വരാൻ കുറച്ചധികം താമസമുണ്ടേ. ഇതുപോലെ കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കുന്നതെല്ലാം ലോ ഫ്ലെയിമിൽ കിടന്ന് ഇതേപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് നല്ലോണം ചിക്കനിലേക്കൊക്കെ ഒന്ന് കയറി പിടിക്കും കേട്ടോ. നമ്മളെപ്പോഴും ഒരുപോലെ എന്തിനാണ് ചിക്കൻ കറി വെക്കുന്നത്? എന്തുണ്ടാക്കുമ്പോഴും അതിൻ്റെ ഓരോരോ വെറൈറ്റിയിൽ ഉണ്ടാക്കാനല്ലേ നമ്മളെല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നതല്ലേ. അപ്പോൾ ഇതേപോലെയൊക്കെ വെറൈറ്റി ആണെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരേപോലെ ആകുമ്പോൾ ഒരേ ടേസ്റ്റ് തന്നെ കഴിച്ച് മടുക്കത്തുമില്ല, വെറൈറ്റി ആയിട്ടിരിക്കുകയും ചെയ്യും അല്ലേ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടെ ഒന്ന് വെതറി കൊടുക്കാവേ. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ആൻഡ് സ്പൈസി മാംഗോ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ തന്നെ കാരണം എൻ്റെ ഒരു ഫോളോവർ പറഞ്ഞായിരുന്നു ഇതുപോലെ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഇടാൻ. ചിക്കൻ കറീനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് എല്ലാവരും ഉണ്ടാക്കി കാണിക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ ഫ്രൈ അല്ലേ നിങ്ങളെ കാണിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണേ.